അയ്യോ സോപ്പ് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര പാടാണ്, ഇതെങ്ങനെയായിരിക്കും റെഡിയാക്കി എടുക്കുന്നത്, ഇതെങ്ങനെ ഒന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വന്നിട്ട്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനുള്ള ഒരു നാച്ചുറൽ സോപ്പ് റെഡിയാക്കി എടുക്കാം. ഒട്ടും കെമിക്കൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ്, പിന്നെ എക്സ്ട്രാ ഒരു കാര്യം മാത്രം നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റെഡിയാക്കാൻ പോകുന്നത് ക്യാരറ്റ് സോപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട അലോവേറയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ അലോവേറ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. മാക്സിമം അതെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അമ്മ പോയി അലോവേറ ഒക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു മഞ്ഞ കളർ ലിക്വിഡ് ഫോമിലൊരു കാര്യം വരും. അപ്പോൾ അത് പോക്കാൻ വേണ്ടിയിട്ട് ഇതേ കണക്കൊരു പാത്രം എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇത് കുറച്ച് നേരം മുക്കി വെക്കാം. മുക്കി വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ആ മഞ്ഞ ലിക്വിഡ് പോകും. കാരണം ചിലവർക്കൊക്കെ അത് അലർജി ആവാൻ ചാൻസ് ഉണ്ട്. അരമണിക്കൂറോളം നമുക്കിങ്ങനെ മുക്കിയെടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ വന്നിട്ട് നമ്മുടെ ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ക്യാരറ്റ് വെച്ച് റെഡിയാക്കിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്യാരറ്റ് വെച്ച് മാത്രമല്ല, നിങ്ങൾക്ക് മഞ്ഞൾ സോപ്പ് റെഡിയാക്കി എടുക്കാം, തുളസി സോപ്പ് റെഡിയാക്കി എടുക്കാം, അലോവേറ സോപ്പ് റെഡിയാക്കി എടുക്കാം, ശംഖുപുഷ്പ സോപ്പ് റെഡിയാക്കി എടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് സോപ്പായിട്ട് റെഡിയാക്കി എടുക്കാം. ഭയങ്കര ഈസി ആയിട്ട്, ഇതൊന്നും ഒട്ടും പാടുള്ള കാര്യമല്ല. ഞാനും ഒക്കെ ആദ്യം വിചാരിച്ച് ഭയങ്കര പാടാന്നാണ്, പക്ഷേ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് സോപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇവിടെ ക്യാരറ്റ് അരിയുമ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസായിട്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ ഷേപ്പൊന്നും ഇല്ല ഈ അരിഞ്ഞ് വരുന്ന പീസിനകത്ത്. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും നമ്മൾ മിക്സിക്കകത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ എങ്ങനെയും അരിയാന്ന് പറഞ്ഞിട്ട് ഞാൻ അരിഞ്ഞാണ്. ഡയറക്റ്റ് എടുത്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയിലുള്ള പഞ്ചലാക്കി വെച്ച് അമ്മയെല്ലാം കൂടെ നമ്മളൊന്ന് ഓടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഇനി നല്ലോണം മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് അലോവേറയും കൂടെ എടുക്കണമല്ലോ. അപ്പോൾ അലോവേറ എടുക്കുന്നതിനകത്ത് കാണിക്കുന്നില്ല, കാരണം അലോവേറ എടുത്തുകൊണ്ട് എനിക്ക് ഫോൺ പിടിക്കാൻ അത്യാവശ്യം പാടാണ്. അതുകൊണ്ട് കൈ സ്ലിപ്പായിപ്പം. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ഐറ്റം വന്നിട്ട് നമ്മുടെ സോപ്പ് ബേസ്. മിക്ക എല്ലാ ഷോപ്പിലും നമുക്ക് അവൈലബിൾ ആണ്. വെറും 100 രൂപ കൊടുത്ത് നമുക്ക് ഇഷ്ടംപോലെ സോപ്പ് ബേസ് കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഇതിലും കൂടുതലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് കുറേ തവണ സോപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതല്ലെങ്കിൽ ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പ് ബേസ് നമ്മുടെ ആവശ്യത്തിനുള്ള സോപ്പ് ബേസ് എടുത്തതിന് ശേഷം നമുക്കിപ്പോൾ എത്ര സോപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമുക്ക് ഇതേ കണക്ക് കുഞ്ഞു 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 പീസാക്കിയിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടത്. മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എടുത്ത് വലിയ പീസാക്കി എടുത്തിട്ട് മെൽറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇതേ കണക്കുള്ള കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്ത് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസിയായിട്ട് പെട്ടെന്ന് കിട്ടും. ഈ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. വേറെ ഒരു കാര്യം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതില്ല. പച്ചക്കറി എന്തുവാലും മീൻസ് ക്യാരറ്റൊക്കെയാണ് എന്തുവാലും നമ്മൾ ഈ മലക്കറിയൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ കിട്ടും. പിന്നെ അലോവേറ മിക്ക എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ ഇതൊക്കെ മാത്രം മതി നമ്മൾ സോപ്പ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഡൗട്ടാണ്, അയ്യോ നമ്മളെ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ. ഇനിയിപ്പോൾ ചിലർക്കൊക്കെ ഉണ്ട് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പ് യൂസ് ചെയ്യുമ്പോൾ അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് മാത്രമല്ല നമുക്കൊരു സ്കിൻ വൈറ്റനിങ്ങിന് നമ്മുടെ സ്കിന്നിലെ അലർജീസ് ഒക്കെ പോയി റാഷസ് റെഡ്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സോപ്പാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്കറിയാമല്ലോ, നമ്മൾ തൊട്ടും കെമിക്കൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുഞ്ഞു കുഞ്ഞിങ്ങനെ പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ അടുത്ത ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ എടുത്ത് വെച്ച അലോവേറയും ക്യാരറ്റും കൂടെ നല്ലോണം മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ആക്കണം. അപ്പോൾ ഞാൻ ഈ അലോവേറ എടുത്ത് കാണിക്കാൻ തുടങ്ങി. നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേറ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുമ്പോൾ നമ്മൾ പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ നേരം കുറേ നേരം മറ്റേ വഴുതി പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ കണക്ക് നമുക്ക് നല്ലോണം മിക്സി ഒന്ന് വാഷ് ചെയ്തിട്ട് മിക്സിക്കകത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കലെന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളം ചേർക്കൽ, വെള്ളം ചേർക്കാണ്ട് വേണം നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ കിട്ടും. അത് നമുക്ക് നല്ലോണം ഒന്ന് ഞെവിടി തന്നെ അതിൻ്റെ നീര് മാത്രം എടുത്താൽ അതിൻ്റെ ബാക്കി ഇങ്ങനെ ഇരിക്കുന്ന പോർഷൻസ് നമുക്ക് എടുത്ത് കളയേണ്ട. വേണമെങ്കിൽ എന്തെങ്കിലും ഫേസ് പാക്കിൻ്റെ കൂടെ മിക്സാക്കി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നീരിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത മെയിൻ ഐറ്റം വന്നിട്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിൽ വെച്ചിട്ട് വേണം നമ്മൾ മെൽറ്റ് ചെയ്യാൻ. ഇവിടെ കുറേ നേരം സംസാരിച്ച് എൻ്റെ സൗണ്ട് തൊണ്ടയ്ക്ക് എന്തോ കിച്ചൊക്കെ പറ്റിട്ടോ. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ. ഞാൻ പണ്ടൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആദ്യമൊക്കെ ഞാൻ ഇത് റെഡിയാക്കുന്ന സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഡയറക്റ്റ് കൊണ്ടുപോയി തീയുടെ അടിയിൽ വെച്ച് അങ്ങനെ മൊത്തത്തിൽ കരിഞ്ഞ ആ പാത്രം മൊത്തത്തിൽ പഞ്ഞലായി കിട്ടി കേട്ടോ. അപ്പം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഡബിൾ ബോയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേ കണക്ക് ഡബിൾ ബോയിൽ ചെയ്യാം. ഒരു വലിയ പാത്രം എടുത്ത് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു പാത്രത്തിൽ നമ്മുടെ സോപ്പ് ബേസ് ഇട്ട് വെക്കാം. ഇറങ്ങി നിൽക്കും വേണം, നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റുന്ന രീതിയിൽ വേണം, അല്ലാണ്ട് കയറി സ്റ്റക്കായെന്ന് പോലെ കേട്ടോ. കാരണം ഈ സോപ്പ് ബേസ് പെട്ടെന്ന് നമ്മൾ കട്ടിയാവും. അപ്പം നമ്മൾ കട്ടിയാവുന്നതിന് മുന്നേ ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ആ റെഡിയാക്കി വെച്ച നീരുമായിട്ട് മിക്സാക്കി വേണം നമ്മൾ സോപ്പ് ഇവിടെ റെഡിയാക്കുക. അപ്പോൾ ഇവിടെ മെൽറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിഞ്ഞിട്ട് പോലും എനിക്ക് അത്യാവശ്യം മെൽറ്റായി കിട്ടും. ഒരു 10-15 മിനിറ്റ് എടുത്ത്. അപ്പോൾ വലിയ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇനി എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കും ഇനി കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സോപ്പ് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ കുറേ അധികം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അവിടെ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. മെൽറ്റാക്കി ഇടാൻ കുറച്ച് അത്യാവശ്യം സമയം എടുത്തു. പിന്നെ ഭയങ്കര തീയിൽ വെക്കാൻ നിൽക്കേണ്ട, കുറച്ച് തീയിൽ വെച്ചാൽ മതി. ഒട്ടും വെള്ളം അതിനകത്ത് വീഴല്ല. ഇപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് പാത്രം അങ്ങോട്ട് ചരിഞ്ഞിട്ട് മറ്റേതിൽ വെള്ളം അതിനകത്ത് കയറി വീണ് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് റെഡി ആവില്ല. നമുക്ക് ഈ സോപ്പ് റെഡിയാക്കാൻ നേരം ഒട്ടും വെള്ളം ഒന്നും ആവശ്യമില്ല. ഇപ്പം മീൻസ് ഞാൻ പറഞ്ഞില്ല, ക്യാരറ്റ് നമ്മൾ മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പോലും നമുക്ക് സോപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലോണം നമുക്കൊന്ന് മെൽറ്റാക്കി കിട്ടുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ട്, അതും കൂടെ എല്ലാം കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം നമുക്ക്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് സോപ്പ് ബേസാണ്. ഇനിയിപ്പോൾ സോപ്പ് ബേസ് ഇല്ലെങ്കിൽ ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്ക് സോപ്പ് ബേസ് തന്നെ വേണമെന്നില്ല. പ്ലാസ്റ്റിക്കിൻ്റെ കപ്പോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ ഒക്കെ മതി. സ്റ്റീൽ പാത്രമോ സ്റ്റീൽ കപ്പ് നമ്മൾ എടുക്കാൻ നിൽക്കില്ല, കാരണം അതിൽ നിന്ന് ഇളകി കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ പണ്ട് ഒരു വട്ടം ചെയ്ത് എനിക്ക് നല്ലോണം പണി കിട്ടിയതാണ്. സോ അപ്പം നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് എടുക്കുക. ഞാൻ ഈ ഒരു വലിയ മോൾഡ് വന്നിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. കുഞ്ഞു മോൾഡ് വന്നിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പം കുഞ്ഞു മോൾഡ് വലിയ കട്ടിയൊന്നുമില്ല, വലിയ മോൾഡ് അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടും നല്ല മോൾഡാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച സോപ്പ് ബേസിലേക്ക് നമ്മുടെ മറ്റേ നീരില്ലേ, നീരിങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാക്സിമം നിങ്ങൾ താത്തി ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണം. നമ്മൾ പൊക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അതിനകത്ത് ഇങ്ങനെ പത വരാൻ ചാൻസ് ഉണ്ട്. ഈ പത വന്നു കഴിഞ്ഞാൽ പത വെട്ടിക്കളയാൻ പറ്റും, എന്നാലും നമ്മൾ ഭയങ്കര പത വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പാടാണ്. നമ്മൾ ആ സോപ്പിൻ്റെ ഷേപ്പിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ താത്തി വേണം ഒഴിക്കാൻ. താത്തി ഒഴിച്ചപ്പോൾ പോലും അത്യാവശ്യം നല്ല പത വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ സോപ്പ് ബേസും നമ്മുടെ ആ ഒരു നീരും കൂടെ മിക്സ് ആക്കുന്ന രീതിയിൽ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഞാൻ ഇതിൽ കുറച്ച് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മാത്രം മതി, നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ച് സ്മെല്ലിന് വേണ്ടി മാത്രമാണ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വിറ്റാമിനെ ഉണ്ടെങ്കിൽ വിറ്റാമിനെ ആഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധം ഒട്ടുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഫുള്ള് നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും ഇതേ കണക്ക് ഒരു തവി വെച്ചിട്ട് നമ്മൾ താത്തി ഒഴിച്ചു കൊടുക്കണം. ഇവിടെ സെപ്പറേറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രവും തവിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്, കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും സോപ്പ് ഉണ്ടാക്കുന്നതും എല്ലാം കൂടെ മിക്സ് ആയി പോകണ്ട. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സെപ്പറേറ്റ് പാത്രം എടുക്കുക കേട്ടോ. നമ്മൾ ഇതേ കണക്കേ ഉള്ളൂ. നമ്മുടെ ഗ്ലാസ്സൊക്കെ എടുക്കുമെങ്കിൽ, പ്ലാസ്റ്റിക് ഗ്ലാസ്സൊക്കെ എടുക്കുമെങ്കിൽ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മോൾഡ് നിർബന്ധമൊന്നുമില്ല. പിന്നെ മോൾഡിൽ ഒഴിച്ച് നമുക്ക് ഏകദേശം എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ ഉള്ളവരാണെങ്കിൽ മോൾഡിൽ ഒഴിക്കാം. നമുക്ക് ഇപ്പോൾ മോൾഡിന് ഇത് വന്നിട്ട് ഒരു 200 രൂപയുള്ളൂ. മറ്റേ മോൾഡിന് വന്നിട്ട് 100 സംതിങ്ങേ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇത് വന്നിട്ട് കുഞ്ഞു മോൾഡാണ്, കുഞ്ഞു സോപ്പ് മോൾഡാണ്. മറ്റേത് വന്നിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും സോപ്പ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളൂ, കുറേ ഒന്നും റെഡി ആക്കുന്നില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സോപ്പ് റെഡി ആക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ തൽക്കാലം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആക്കിയതാണ്. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് പത വെട്ടിക്കളയാനാണ്ട് ഇതേ കണക്കൊരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ എടുത്ത് നമ്മുടെ പത വെട്ടിക്കളയാം. പത വെട്ടിക്കളയണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. പിന്നെ ഞാൻ വെട്ടിക്കളയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പിന് അത്യാവശ്യം നല്ല ഭംഗിയില്ലേ, നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പത വെട്ടിക്കളഞ്ഞത്. ഇനിയിപ്പം നിർബന്ധമൊന്നും ഇല്ല, പത വെട്ടിക്കളഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സോപ്പ് റെഡി ആവാതിരിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് പത വെട്ടിക്കളയുന്നുണ്ട്. ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് നമ്മുടെ സോപ്പ് റെഡി ആക്കിയിട്ട് ഒരു 15 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ സോപ്പ് നല്ലോണം റെഡി ആക്കിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ പതയൊക്കെ വെട്ടിക്കളഞ്ഞ് നമുക്കിനി ഇത് അങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് കാണാം. അപ്പോൾ അതാണ് നമ്മുടെ സോപ്പ് ഇവിടെ നല്ലപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ട് നമ്മുടെ മോൾഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കൈയുടെ വര ഇങ്ങനെ വന്നേക്കുന്നത് ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് വരച്ചുകൊണ്ടാണ് കേട്ടോ. അതൊന്നും സാരമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മോൾഡിൽ നിന്ന് ഊരി കിട്ടും. ഇപ്പോൾ പ്ലാസ്റ്റിക് പാത്രമോ ഇനി കുപ്പിയോ വല്ല യൂസ് ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു സൺലൈറ്റ് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് സോപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ക്യാരറ്റ് സോപ്പും അലോവേറ സോപ്പാണ് റെഡിയാക്കി എടുത്തത്. നിങ്ങൾക്ക് ഏത് സോപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുക. പിന്നെ ആരും ഇതിന് ഭയങ്കര പാടാണോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ കമൻറ്റ് ബോക്സിൽ പറയും.